എൻ്റെ ഇടയിൽ നമ്മൾ ചില സമയം ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴല്ലോ നമ്മുടെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലുണ്ടല്ലോ നമ്മൾ നേരെ താണ്ട കടലോട്ട് ചെന്നിട്ടുണ്ട്. 2 പൊറോട്ടയും കുറച്ച് ബീഫ് ഫ്രൈയും മേടിക്കും, അതിന്റെ കൂടെ കുറച്ച് ബീഫിന്റെ ഗ്രേവിയും കിട്ടും. എന്നിട്ട് ഇത് കഴിക്കുമ്പോൾ ഉള്ള ഫീൽ ഉണ്ടല്ലോ ഈ ലോകത്ത് ഒന്നിനും തരാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോഴും നിങ്ങൾ ബീഫ് ഫ്രൈ എന്നും ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അന്നൊക്കെ ഞങ്ങൾ പത്തിരി ഇറച്ചി എന്ന് തന്നെ പറയുന്നത്. ഈ പത്തിരിക്കകത്തുണ്ടല്ലോ ആ ഇറച്ചി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ആ ചാറിനകത്തിന് മുക്കി തിന്നുമ്പോൾ ഉള്ള അവസ്ഥ ഉണ്ടല്ലോ ഒരാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലോ നമ്മുടെ ചെറുപ്പകാലങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. പണ്ട് ഈ പത്തിരി ഇറച്ചിയൊക്കെ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടാസ്ക് ആണ് കേട്ടോ. ഈ സാധനം അങ്ങനെ വല്ലാതെ കാണാനും സാധ്യതയില്ല. അതുകൊണ്ടൊക്കെ ഇതിന് ഭയങ്കര ടേസ്റ്റാ. പണ്ട് ഏതെങ്കിലും കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് പത്തിരി ഇറച്ചിയൊക്കെ നമ്മൾ കഴിക്കുന്നത്. എന്തായാലും പത്തിരി ഇറച്ചി എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പത്തിരിയും ഗ്രേവിയൊക്കെ വാങ്ങുമ്പോഴല്ലോ ആ ഗ്രേവി എന്നുണ്ടല്ലോ നമുക്കിതാ ഇതേപോലെ ചെറിയ പീസ് കിട്ടും. പത്തിരിയും ഗ്രേവിയും വാങ്ങുമ്പോൾ ദാണ്ട ഇതുപോലെ പീസ് കിട്ടുമ്പോൾ പൊന്നു മോനെ ലോട്ടറി അടിച്ചൊരു സന്തോഷമാണ്. അങ്ങനെ ആ സന്തോഷങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഓരോന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. പത്തിരിയും ഗ്രേവിയും വാങ്ങുമ്പോൾ ഉണ്ടല്ലോ അതിൽ നിന്ന് പീസ് കിട്ടിയിട്ടുള്ളവർ ഉറപ്പായിട്ട് ഈ വീഡിയോ ലൈക്ക് അടിക്കണം കേട്ടോ.